ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തോൽപാത്രമുണ്ടല്ലോ, ആളുകൾക്ക് ആഹാരം വെള്ളവും കൊടുക്കുന്ന പാത്രങ്ങൾ ഇങ്ങനെ ചുമന്നിട്ട് കുനിഞ്ഞു നടക്കുകയാണ്. തോളത്ത് മുഴുവനും അത് കയറ്റി വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരാൾ വന്ന് ചോദിച്ചു, ഉമറേ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഉമറേ? നിങ്ങൾക്ക് ഒരുപാട് ജോലിക്കാരുണ്ടല്ലോ, ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരോടൊന്ന് പറഞ്ഞാൽ അവര് പുഷ്പം പോലെ ഈ ഭാരമുള്ള സാധനങ്ങൾ എടുത്ത് കൊണ്ടുവെക്കുമല്ലോ. നിങ്ങൾ എന്തിനാണ്, ഈ രാജ്യത്തിന്റെ ഖലീഫയല്ലേ, ഈ രാജ്യത്തിന്റെ ഖലീഫയായ നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, മക്കളെ, അഹങ്കാരികൾ നാളെ കിടക്കുന്ന നരകത്തിന്റെ ഭാഗത്തെ കുറിച്ച് ഓർത്താൽ ഇതിൽ നിന്നൊരു ധാന്യമണി പോലും വേറൊരാൾക്ക് കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടൂല, അത് മുഴുവനും ഞാൻ തന്നെ ചുമന്നു കൊണ്ടുപോകും. വന്നയാൾ പറഞ്ഞു, തങ്ങളെ, അതിന് നിങ്ങൾ അഹങ്കാരിയല്ലല്ലോ, നിങ്ങൾ അഹങ്കാരിയല്ലല്ലോ. ആരോരുമില്ലാതെ ചെറ്റക്കൂരക്കകത്ത് കഴിയുന്ന പാവപ്പെട്ട ഉമ്മ, അവര് പല്ലില്ലാത്തവരാണെന്നറിഞ്ഞപ്പോ അവർക്ക് ആഹാരമുണ്ടാക്കിയിട്ട് ആ ആഹാരത്തെ നനച്ച് പാകപ്പെടുത്തിയിട്ട് വാക്യകത്ത് വെച്ചു കൊടുത്ത ഉമറേ, നിങ്ങൾ അഹങ്കാരിയല്ലല്ലോ. നിലവിളിക്കുന്ന പൂർണ്ണ ഗർഭവതിയായ പെണ്ണിന്റെ പ്രസവം നടത്താൻ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് തന്റെ ഭാര്യയെ കൊണ്ടുവന്നിട്ട് ആ പ്രസവം നടക്കുമ്പോ ആ പുരയ്ക്ക് പുറത്ത് കാവൽ നിന്ന ഉമറേ റളിയല്ലാഹു തആല അൻഹു, നിങ്ങളെങ്ങനെയാണ് അഹങ്കാരിയാകുന്നത്? നിങ്ങളെങ്ങനെയാണ് അഹങ്കാരിയാകുന്നത്? കീറിപ്പറഞ്ഞ വസ്ത്രം മാത്രം ഖലീഫയായിരിക്കുമ്പോ ധരിച്ചിരുന്ന ഉമറേ, 3 നേരത്തെ ഭക്ഷണം പോലും കഴിക്കാറില്ലാതെ കാരക്കയുടെ കീറിയായി വെച്ചിട്ട് തന്റെ അറേബ്യയിലെ ഭരണകാലത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉമറേ, നിങ്ങളെങ്ങനെയാണ് അഹങ്കാരിയാകുന്നത്? അഹങ്കാരികൾക്കല്ലേ നരകത്തിന്റെ ജയില്. അതുകൊണ്ട് ഖലീഫ, നിങ്ങളതല്ലല്ലോ, നിങ്ങളതല്ലല്ലോ. ഇത് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണെന്നാ, നീ കേട്ടോ, ഇന്നലെ ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാണ്, ഇന്നലെ ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാണ്. എന്താണെന്നറിയോ? ഉമറിനെ പോലെ ഒരു ഖലീഫ ഇല്ല, ഉമറിനെ പോലെ ഒരു നീതിമാനില്ല, ഉമറിനെ പോലെ ഒരു ഈമാനുള്ളവനില്ല, ഉമറിനെ പോലെ ഒരു ധൈര്യമുള്ളവനില്ല, ഉമറിനെ പോലെ ഒരു ആൺകുട്ടിയില്ല, ഉമറിനെ പോലെ ഒരു പുലിക്കുട്ടിയില്ല, ഉമറിനെ പോലെ ഒരു വീരനില്ല. ഈ വാക്ക് ഞാൻ എന്റെ കാതിലൂടെ കേട്ടതാണ്. അത് കേൾക്കുമ്പോ ഞാൻ മനുഷ്യനല്ലേ, ഞാൻ മനുഷ്യനല്ലേ? എന്റെ ഉള്ളിന് ചെറിയ ഒരു തോന്നൽ വരുമല്ലോ, ഞാൻ തരക്കേടില്ലാത്തവനാണെന്ന്. അത് വരാതിരിക്കാൻ ഈ രാത്രിയിൽ മുഴുവനും ചുമന്ന പാവങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചു കൊടുക്കാൻ ഞാനാണ് തീരുമാനിച്ചതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് വെറുതെ അല്ല, അന്തഫിൽ ജന്ന, നീ സ്വർഗത്തിലാണ് ഉമറേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ വെറുതെ പറഞ്ഞതല്ല. അശറത്തുൽ മുബശ്ശിരീനെ നിങ്ങൾ എടുത്തു നോക്ക്, 10 പേരെയും ചരിത്രത്തിൽ എവിടെയെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ കയർത്തത്, എതിർത്തത്, അഹങ്കാരത്തോടെ പിന്തിരിഞ്ഞു പോയത് എവിടെയെങ്കിലും? എല്ലാരും പാവങ്ങളുടെ വീട്ടിൽ ഖിദ്മത്ത്. അഹങ്കാരം മാറാൻ അത് ചെയ്യണം. മതി. നിങ്ങളുടെ ഈ ചുഴലിയുടെ ഭാഗത്ത് അഹങ്കാരികൾ ഉണ്ടെങ്കിൽ അത് മാറട്ടെ. അത് മാറാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ സാധാരണ സദസ്സിൽ പുറകിലിരിക്കുന്നവരെ മുമ്പിലോട്ട് കടന്നിരിക്കാൻ പറയലുണ്ട്. അപ്പൊ ആ പറയുന്ന സമയത്ത് 1-2 ആള് ഫ്രണ്ടിലോട്ട് വരും, ബാക്കിയുള്ളവർ അനങ്ങൂല. അനങ്ങാത്ത 99% ആളുകളും അഹങ്കാരത്തിന്റെ അണു അളവെങ്കിലും ഹൃദയത്തിലുള്ളവരാ. ഇവിടെ എനിക്ക് ധൈര്യമായിട്ടത് പറയാം. കാരണം എന്താ? ഇവിടെ അങ്ങനെ പറയേണ്ട അവസ്ഥ എനിക്ക് നിങ്ങൾ വരുത്തിയില്ല, അൽഹംദുലില്ലാഹ്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയത്തുണ്ടായ അങ്ങനത്തെ ആദ്യത്തെ സദസ്സാണ്. ഒന്ന് ഫ്രണ്ടിലോട്ട് കടന്നിരിക്കൂ എന്നെ കൊണ്ട് പറയിപ്പിക്കാത്ത ഈ അടുത്ത സമയത്തെ ആദ്യത്തെ സദസ്സ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അതൊക്കെ പറയുമ്പോ നമ്മൾ മാറിയിരുന്ന നമ്മൾ ആരായി? മൊയിലാരും എന്ന് പറയുമ്പോ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് ഇരിക്കാന്ന് പറഞ്ഞ അത് അതിൽ പരം ഒരു മോശം ഉണ്ടോ? സുബൈർ ബാക്കവി ഉസ്താദിനെ കുറിച്ച് സ്വാഗതം പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ജീവിച്ചിരിക്കുമ്പോ ഒരു മനുഷ്യന്റെ മധു പറയാൻ പാടില്ല എന്നാ. ഞാൻ അങ്ങനെ പറയുന്ന ആളുമല്ല. ഒരു പണക്കാരനെ ഞാൻ പുകഴ്ത്തൂല, അങ്ങനെ കൊണ്ട് നടക്കത്തൊന്നുമില്ല. പിന്നെ അയാൾക്ക് പറയാനുള്ള ഒരു വരി ഉണ്ടാവില്ല, അത് മാത്രമേ പറയൂ.
ഒരാലിമിനെ അങ്ങനെ പുകഴ്ത്തില്ല, അത് പുകഴ്ത്താൻ പാടില്ല. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത്ര പറയാനും പാടില്ല. ആലിക്കുട്ടി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് അദ്ദേഹത്തിനോടൊരു മതിപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂട്ടാൻ വേണ്ടി പറഞ്ഞത്, അല്ലെ ഉസ്താദിന്റെ മതിപ്പൊക്കെ കണക്കന്നെ, ഉസ്താദിന് അതറിയാം എന്താ ചെയ്യേണ്ടെന്നൊക്കെ. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ആവുള്ളൂ. സുബൈർ ബാക്കവി ഉസ്താദിനെ ക്ഷണിക്കാതെ തന്നെ ഓടിയെത്തും. സ്വാഗത ഭാഷണം പറഞ്ഞ അതൊക്കെ നമുക്ക് ഉണ്ടാവേണ്ട കാര്യമാണ്. നമ്മളതൊക്കെ ഉണ്ടാക്കിയെടുക്കണം. നോട്ടീസിൽ പേര് വെച്ചില്ല, പരിപാടി നടന്നിട്ട് എന്നോട് അമ്മ ഒരു വാക്ക് പറഞ്ഞില്ല, ഞാനിവിടെ ചൊല്ലിയിലല്ലേ ജനിച്ചത്. ഞാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആളെ കുറിച്ച് മനഃപൂർവ്വം പറഞ്ഞല്ലോ കേട്ടോ. അത്തരം വിഷയങ്ങളെ നമ്മൾ സംസാരിച്ചിട്ടില്ല. ഭക്ഷണം കഴിച്ച് നേരെ ഇങ്ങോട്ട് വന്ന ഒന്നും സംസാരിച്ചു, നമ്മുടെ സമസ്തയെ കുറിച്ചൊക്കെ സംസാരിച്ചോളൂ. നാട്ടുവർത്താനത്തിലൊന്നും പറഞ്ഞില്ല. സഹചാരിയെ കുറിച്ച് കൂടി ഒരുപാട് സംസാരിച്ചു. അങ്ങനെ ആരിലുണ്ടെങ്കിൽ പൊരുത്തപ്പടി മനഃപൂർവ്വം കരുതി പറഞ്ഞല്ല. അള്ളാഹു ഇങ്ങനെ പറയാൻ തോന്നിപ്പിച്ചപ്പോ പറഞ്ഞു. ചിലപ്പോൾ നിങ്ങൾക്കുള്ള പണിയാണെങ്കിൽ അതെടുത്തോളി, അത് വേറെ മാർഗമൊന്നുമില്ല. അങ്ങനെയെങ്കിലും ഒരു പണി അഹങ്കാരിക്ക് കിട്ടണ്ടേ, അങ്ങനെ കിട്ടണ്ടേ, ആരും പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ. അപ്പോ അങ്ങനെയാണ് ഒരു നേരിയ അഹങ്കാരം ഹൃദയത്തിൽ വന്നാൽ നമ്മുടെ സ്വഭാവം മാറും. അപ്പൊ നമ്മുടെ സഹോദരിമാരെ നിങ്ങൾ ആലോചിച്ചു. നിങ്ങളുടെ ഉദാഹരണത്തിന് നിങ്ങളുടെ ജീവിതം തന്നെ പറയാം. ഈ സഹോദരിമാരുടെ ജീവിതം, പൈസ ഇല്ലാത്തപ്പോ നിങ്ങൾ എങ്ങനെയാ നടന്നത്, പൈസ ഉള്ളപ്പോ നിങ്ങൾ എങ്ങനെ നടന്നത്, ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ? ഇപ്പൊ ഗൾഫിൽ പോകുന്നതിന് മുമ്പ്, പൈസക്ക് മുതലാളി ആവുന്നതിന് മുമ്പ്, ഇവിടെ ഖത്തീബ് ഉസ്താദ് വന്നില്ലല്ലോ, മുതലാളി ആവുന്നതിന് മുമ്പ് ഇവിടത്തെ ഉസ്താദിനോട് അല്ലെങ്കിൽ സുബൈർ ബാക്കവി ഉസ്താദിനോട് വന്നിട്ട് പറയാം, അസ്സലാമു അലൈക്കും ഉസ്താദെ, ദുആ ചെയ്യണം, നല്ല പ്രതീക്ഷയിൽ പോണതാ ഉസ്താദ്, ദുആ ചെയ്യണം. എന്റെ ഉമ്മാക്ക് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒറ്റ ആളാണ്, മറക്കല്ലേ ഉസ്താദെ, നിങ്ങളുടെ ദുആയിലാണ് എന്റെ പ്രതീക്ഷ. രണ്ടാമത്തെ വർഷം പോകുമ്പോ അസ്സലാമു അലൈക്കും ഉസ്താദെ, പോവാണ്, ലീവൊക്കെ കഴിഞ്ഞു, അപ്പൊ കുറച്ച് ഹാപ്പി ആയിട്ടുണ്ട്. അപ്പൊ സലാമിനൊരു മാറ്റം വരും. ഈ മാറ്റം സ്വാഭാവികമാണ്. കുറെ വർഷം കഴിഞ്ഞാലോ പിന്നെ ഉസ്താദ് അവന്റെ വീട്ടിൽ പോണം, അവന്റെ ഒരു സലാം കേൾക്കണമെങ്കിൽ ചോദിക്കും, ശുക്കൂറുണ്ടോ ഇവിടെ? ഉമ്മ പറയും, മോനെ റെസ്റ്റ് എടുക്ക. റെസ്റ്റോ? ഈ ഉമ്മായോ? ഉമ്മ അതൊക്കെ പഠിച്ചു. അപ്പൊ ഇപ്പൊ വിളിക്കാൻ പറ്റുമോ? ഇപ്പൊ വിളിച്ച അവന് ദേഷ്യം വരും. ഞാനൊന്ന് ഓളോട് ചോദിക്കട്ടെ. നേരെ അകത്തേക്ക് ചെല്ലും. ഭാര്യയുണ്ട്. മുമ്പ് ഗൾഫിൽ പോകുമ്പോ എന്റെ ഇക്കാനെ കൊല്ലാൻ കൊണ്ടുപോണേന്ന് പറഞ്ഞ് കാറിന്റെ പുറകിൽ നിന്ന് കളഞ്ഞ് കരഞ്ഞോടോടിയ താത്തായ. ഇക്കാനെ ഇപ്പൊ വിളിക്കാൻ പറ്റൂല. ഇക്കാന്നല്ല പറയാ, പണം കൂടുമ്പോ പിന്നെ പേരാവും. ശുക്കൂനെ ഇപ്പൊ വിളിക്കാൻ പറ്റൂല. ശുക്കുവായി, പൈസ ഉണ്ടാ, അല്ലെങ്കിൽ ഇക്കാന്റെ ആയിരുന്നു. അപ്പൊ ഇപ്പൊ വിളിക്കാൻ പറ്റൂല. മുസ്ലിയാർ തിരിച്ചു വരും. പിന്നെ മുസ്ലിയാരെ നമ്പരൊക്കെ വാങ്ങിയിട്ട് കുറെ മിസ് കോൾ എടുക്കാനുള്ള, ഹലോ മുമ്പ് ഈ പള്ളിയുടെ ചുറ്റും കിടന്ന് കറങ്ങി എല്ലാ കബറിനും പാത്തി ഊതി പോയവനാ രക്ഷപ്പെടാൻ വേണ്ടി. ഈ മാറ്റം നിങ്ങളിലുണ്ടോ നിങ്ങൾ ആലോചിച്ചാൽ മതി. സഹോദരിമാരെ ചിന്തിച്ചാൽ മതി. കുറെ സ്വർണം കൂടുമ്പോ നിങ്ങൾ എങ്ങനെയാ നടക്കുന്നത്, വലിയ വീടാകുമ്പോ നിങ്ങൾ എങ്ങനെയാ നടക്കുന്നത് ആലോചിച്ചു. ഇവിടെ ഒരുപാട് വലിയ വലിയ മുതലാളിമാരുടെ വീട്ടിലുള്ള ഭാര്യമാർ ഒരാളെങ്കിലും ഇവിടെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്കുക. നാളെ 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളും വരാതാകും. എന്തുകൊണ്ട്? നിങ്ങളുടെ മക്കളൊക്കെ പണം ഉണ്ടാക്കി നല്ല മുതലാളിമാരായി നല്ല ഉഷാറായിട്ടിരിക്കുമ്പോ പിന്നെ നിങ്ങളും വരാതാവും. ഇന്ന് ഞാൻ അൻവർ സാഹിബിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി, അല്ലെ ചായ കുടിക്കാൻ പോയി. അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, മോനെ പോയിരിക്കാണ്, പുതിയൊരു സംരംഭം തുടങ്ങണം. നമ്മൾ കുറെ കാലം പറയലേക്കായിരുന്നു, വലിയ സംഭവമൊന്നുമല്ല, എന്നാലും ചെറിയ രീതിയിലേക്ക് അൽഹംദുലില്ലാഹ് ദൂരെ ജീവിച്ചു. ഇങ്ങനെ പറയാൻ അവർക്ക് തോന്നി. എനിക്കവിടെ ചെന്നിരിക്കാനും നിസ്കരിക്കാനും ചായ കുടിക്കാനും തോന്നി. ഈ മോൻ വലിയ ബിസിനസ്സുകാരനായി, ഏതെങ്കിലും നല്ലൊരു കഫീലിനൊക്കെ കിട്ടി ഉഷാറായി ഭയങ്കര മുതലാളിമാരായാൽ. ഇന്ന് അൻവർ സാഹിബ് പറഞ്ഞു, നമ്പറൊക്കെ സേവ് ചെയ്തോണം, എന്താവശ്യം വന്നാലും പരപ്പനങ്ങാടി ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞു. മുതലാളിയായി പിന്നെ വിളിക്കുമ്പോ ചിലപ്പോ സെക്രട്ടറി ആയിരിക്കും എടുക്കുന്നത്. ഹലോ അൻവർ സാഹിബ് അല്ലേ? സാറിവിടെ ഇല്ല, സാർ ഇന്നിപ്പോ മലേഷ്യയിലാണ്. ഇതിന് വലിയ സമയമൊന്നും വേണ്ട. പക്ഷെ അദ്ദേഹം അങ്ങനെ മാറൂലെന്ന് എനിക്കറിയാം. അതിങ്ങനെ സമസ്തയ്ക്ക് കൊണ്ട് പഠനമായോണ്ട് മാറൂല. അതിനാ ഇങ്ങനെയൊക്കെ ഓടുന്നതിന് വേണ്ടിയാ. നമുക്ക് ഒരു അഹങ്കാരം വന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാന്നറിയോ? കയ്യൊക്കെ കൂടെ മടക്കി കെട്ടിയിട്ട് 10 പോസ്റ്റർ അടിക്കണം സമസ്തയ്ക്ക് വേണ്ടി. എന്നിട്ട് പോയി റോഡിൽ രാത്രിയും ഒട്ടിച്ചാൽ മതി. ഫുൾ ഒട്ടിക്കുക എല്ലാ സ്ഥലത്തും മൈതാമം കൊണ്ട് കുഴയ്ക്കുക, പോസ്റ്റർ ഒട്ടിക്കുക. ഏത് മുസ്ലിയായിരിക്കും അഹങ്കാരം മാറും. വഴിയെ പോണ പോലീസുകാരൻ, ഇവിടുത്തെ പള്ളിയിലെ ഉസ്താദാ, എന്താ സംഭവം? ഇവിടെ സമസ്തയുടെ ഒരു സമ്മേളനം പ്രഖ്യാപനം ബാംഗ്ലൂരിൽ നടക്കുക, അതുകൊണ്ട് ഇങ്ങനെ പോസ്റ്റർ. ശരി, നടക്കട്ടെ. വഴിയെ പോണ ആൾക്കാരൊക്കെ കാണട്ടെ. പകലും രാത്രി ഒട്ടിച്ചു. ആദ്യം രാത്രി ഒട്ടിച്ചാൽ മതി, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അഹങ്കാരം മാറി മരിച്ചു, ചിലപ്പോൾ അറ്റാക്ക് വന്നു. അപ്പൊ പകല് പതിയെ പകലാക്കണം. അങ്ങനെ ആവുമ്പോ നമ്മുടെ അഹങ്കാരമൊക്കെ മാറും. അഹങ്കാരത്തിന്റെ ചില അടയാളങ്ങൾ പറയാം, നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾക്ക് പരിശോധിക്കാം, സമയം ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ ഇതൊക്കെ ചെയ്ത് മാറ്റി നിങ്ങളിൽ ഇതുണ്ടോന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഞാൻ പറയുന്നത് ഇത്ര ഗൗരവത്തിൽ പറയാൻ കാരണം അത് കുറച്ചൊക്കെ ആയിക്കോട്ടെ ഉസ്താദേ എന്നല്ല. മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ
അഹങ്കാരത്തിന്റെ അണു അളവെന്ന് പറഞ്ഞാൽ കടുകുമണിയേക്കാൾ ചെറുത്. അതാണ് ഇത്ര ഗൗരവത്തിൽ പറയുന്നത്. കടുകുമണിയേക്കാൾ ചെറുതെന്ന് പറയുമ്പോ ഒരു നുള്ളു മതി അഹങ്കാരം. അല്ലാഹുവേ ഞങ്ങളെ നീ അതിൽ പെടുത്തല്ല റബ്ബേ.